ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. പൈനാപ്പിൾ കൊണ്ട് ഒരു അച്ചാർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് പഴുത്ത പൈനാപ്പിളിനെക്കാളും നല്ലത് ഇതുപോലുള്ള പച്ച പൈനാപ്പിളാണ് കേട്ടോ. പഴുക്കുന്നതിന് മുൻപ് ഉള്ള ഒരു സ്റ്റേജിലുള്ള ഒരു പൈനാപ്പിൾ ആയിരിക്കും നല്ലത്. ചെറുതായിട്ടൊന്ന് പഴുത്തു പോയാലും സാരമില്ല. ഒരുപാട് അങ്ങ് പഴുത്തതിനേക്കാളും ഈ രീതിയിലുള്ള പൈനാപ്പിൾ വേണം നമ്മൾ എടുക്കാൻ. ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഫ്രൈഡ് റൈസോ പുലാവോ എന്തിൻ്റെ കൂടെയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്കിത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെക്കാം. പൈനാപ്പിൾ ഞാൻ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഈ നടുക്കത്തെ ഇതൊന്നും നമ്മൾ കളയുന്നില്ല കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലത്തെ പീസസ് ആക്കി വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ പൈനാപ്പിൾ എല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ആ തൊലി മാത്രമേ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നടുക്കത്തെ ആ ഒരു ഇതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അത് ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കണം. ഞാനൊരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ആവരുത്, കഴിക്കും. പിന്നെ അതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും. അതായത് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പിടിക്കണം, മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കുക, പൊടികളൊക്കെ. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചേക്കണം. ആ പൊടിയും ഉപ്പും ഒക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പം നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മുടെ പൈനാപ്പിള് പൊടികളൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒരു മതം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് വരണേ. ഒരുപാട് ഉടഞ്ഞു പോകരുത്, ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വിനാഗിരിയും അതിനകത്ത് ബാക്കി വെള്ളം കൂടി ചേർത്താണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തത് കൊണ്ട് ഒന്ന് തിളച്ച് വരണം നമുക്ക്.
നമ്മുടെ അച്ചാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വെക്കണം കേട്ടോ. നല്ല പച്ച പൈനാപ്പിളൊക്കെ ആണെങ്കിൽ വേവാൻ ഒരിച്ചിരി സമയം എടുക്കും. വേണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് പാകമായി കിട്ടും. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചാറൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അതെ, അധികം ഉടഞ്ഞു പോവാതെ എന്നാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിരിയാണി ആയാലും ചോറായാലും എന്തിൻ്റെ കൂടെയും പെർഫെക്റ്റ് മാച്ചാണ്. പിന്നെ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരു ദിവസം ഒന്ന് ഇരുന്നാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.